ആ ബസ് എവിടെ നിർത്തല്? ഇവിടെ ഡോക്യുമെന്റ്സ് ഉണ്ട്. എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം പോയി. ഡോക്യുമെന്റ്സ് പോയി. അല്ല, വീട്ടിലെ പ്രശ്നം ഇല്ലാന്നല്ലേ പറഞ്ഞേ? ഇല്ല, നമ്മൾ പാടിയിലായിരുന്നു. പാടിയിലെല്ലാം പോയി. എല്ലാ സാധനം അവിടെ ആയിരുന്നു. ഞങ്ങൾ എസ്റ്റേറ്റിന്റെ കോട്ടേഴ്സില്ലേ, അഞ്ചുപേരുണ്ടായിരുന്നു. 2 പേര് പോയി. അച്ഛനും ഞാനും വൈഫും 3 പേരും കിടപ്പില്ല. ഞാൻ ഒരു മകനും പോയി, പിന്നെ അമ്മയും പോയി അല്ലേ? അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇന്ന് ഇവരോട് ചോദിച്ചു വേറെ എന്തെങ്കിലും വേണോന്നില്ല. അപ്പൊ പിന്നെ അവരത്രേ എന്നോട് പറഞ്ഞുള്ളൂ. അതല്ല, വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇനി അത് പൈസ എന്നല്ല, വേറെ എന്തെങ്കിലും നമ്മൾ ഫിസിക്കലി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, നമുക്കത് ഫിസിക്കലി തന്നെ നമുക്ക് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ എന്റെ വീട് കോഴിക്കോടാണ്. ചോദിച്ചെന്താ വേണ്ടത് എന്നോട് ഞാൻ പറഞ്ഞു അടുക്കള സാധനമാണ്, അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് അത്യാവശ്യം ടാസ്കും ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടോ. ഇവരെ സൈഡിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ നമ്പർ കൊടുക്കാം. ഇനി ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് ഒന്നാം കേട്ടേക്കാം. ഇപ്പൊ ഒരുപാട് മറ്റുള്ള ഫാമിലീസ് അവർ പറഞ്ഞ അവരോടൊക്കെ എടുക്കാൻ പറഞ്ഞത് അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ മുണ്ടൊക്കെ അടുത്ത ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പോഴാണ് എന്നോട് ആളുകൾ പറഞ്ഞ സന്തോഷ് സാറെ 80% പോയതാണ്, 20% ബാക്കിയിട്ടുള്ളത് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ അതിലുള്ള ആളുകളെ നമ്മൾ ഫോളോ ചെയ്യായിരുന്നു. അല്ല, വാടക വീട് കിട്ടിയ ആളുകളാണ്. അപ്പോഴാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ അല്ല ഓരോരുത്തർക്ക് കിട്ടി വന്നപ്പോഴാണ് നിങ്ങളിതെല്ലാം കിട്ടും. നമുക്ക് അങ്ങനെയുള്ള കുറെ നഷ്ടങ്ങളുണ്ട് ഇതിലൊക്കെ. എല്ലാം നമുക്ക് തിരിച്ചെടുക്കാന്ന് പറയാം. പക്ഷെ പോയവരെ എങ്ങനെ എടുക്കാന്നുള്ളതാണ് സത്യമാണ്. അപ്പൊ ഞാന് എന്താ വെച്ചാൽ ഇതിനെ അല്ല, നമുക്ക് അത്രയ്ക്കുള്ള വരുമാനമേ ഉള്ളൂ. എനിക്കങ്ങനെ വർഷത്തിലൊരു സിനിമയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു 1-2 ഓൺലൈൻ ഇന്റർവ്യൂസും ഒരു ഇനോഗ്രേഷൻ എല്ലാം കിട്ടി. അത് വെച്ചിട്ടാണ് ഞാൻ ഒന്നാം ഘട്ടം അന്ന് കുറച്ച് ചെയ്തു പോയത്. ഇതിപ്പോ നമ്മളിപ്പോ നിലവിൽ നിൽക്കുന്ന വാടക വീടാണോ? വാടക വീട്. ഓണർ മേലുണ്ട്. ഓണർക്ക് പുറത്തുണ്ടായിരുന്നില്ലേ? ഞാൻ സംസാരിക്കാം. അപ്പൊ ഇങ്ങനെ അല്ല, അതിന്റെ 6000 തന്നോ? അത് വരാനായില്ല. അത് എല്ലാം ലീസ്റ്റ് എടുക്കുന്നു. നമ്മളെ അപ്പൊ ഇത് വീടിന് വാടക കൊടുക്കണേ. ഇപ്പൊ ഇവര് വീട് എടുത്തതിന് ശേഷം മാസത്തിൽ വാടക ആയിട്ട് വരിക, അങ്ങനെ ആയിരിക്കും അല്ലെ? മാസം അങ്ങനെ വരിക. അപ്പൊ അന്ന് ശരിക്കും അങ്ങനെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണോ? ഇല്ലല്ല, അച്ഛനും വൈഫും ഒരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊള്ളാം. പിന്നെ അവിടുന്ന് ഒരു 400 മീറ്റർ 400 മീറ്റർ ഒരാളെ. ഓ, അത് ശരി. അങ്ങനെ നിങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതല്ല? അല്ല, എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഞാൻ കുട്ടീനെ ആണല്ലേ? വെള്ളം ചുമലൊക്കെ എടുത്തിട്ടോ തിരിച്ചു കൊണ്ടുപോയിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇടിച്ചപ്പോ ഇവിടെ വരട്ടിട്ടുണ്ട്. ബാക്കി താഴെ ബട്ടക്സിന് 3 വരുന്നതൊക്കെ കാണുന്നുണ്ട്. കമ്പടിച്ച് കയറിയിട്ട് 3 മലയിൽ വരുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്. കറക്റ്റ് കോഴിക്കോടാണ് വന്നത്. മോൻ പോയില്ലേ? നിങ്ങളെ മോനോ? ഉറങ്ങായിരിക്കുമല്ലേ? അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് കഴിഞ്ഞൊന്നും ചെയ്യാനുമില്ലല്ലോ.